ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ യൂണി പേ ചെക്കിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. നമ്മൾ കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ ഇതിന്റെ വീഡിയോ കാണാൻ കിട്ടുന്നത്. ഇത് ആക്ച്വലി ഒരു പേ ലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ 1 lakh വരെ അവർ ഡയറക്ട്ലി ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ആയിട്ട് സെൻഡ് ചെയ്ത് തരും. അതിനുശേഷം നമ്മൾ ഒരു 15 ദിവസം ഗ്യാപ്പിനുള്ളിൽ ഇത് തിരിച്ചടയ്ക്കണം. അങ്ങനത്തെ ഒരു എന്താ പറയുക ഏർലി സാലറി എന്ന് പരിപാടിയൊക്കെ ആയിരുന്നു സംഭവം. ഇത് ആക്ച്വലി ഇപ്പോൾ RBIയുടെ സൈഡിൽ നിന്ന് കുറച്ച് റൂൾസും കാര്യങ്ങളും റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് അതുപോലെ തന്നെ ഇത് റൂൾസിന്റെ അണ്ടറിൽ വരാത്തത് കൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഇപ്പോൾ യൂണി പേ ചെക്ക് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഫുള്ളി ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട്. അതായത് ബാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇനി ആക്ച്വലി ഇനി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പെർമനന്റ്ലി ഡിസ്കണ്ടിന്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ഇനി ഉണ്ടായിരിക്കില്ല. അവരുടെ വേറെ പരിപാടിയായിട്ടുള്ള യൂണി ക്യാഷ്, അതായത് അവരുടെ ലോൺ പരിപാടികൾ, അതുപോലെ തന്നെ യൂണി സ്റ്റോർ, ആ ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂണി പേ ചെക്ക് ഇനി എന്തായാലും ഭാവിയിലോ അല്ലെങ്കിൽ എന്താ പറയുക ടെമ്പററി അല്ല പെർമനന്റ്ലി ഫുൾ ക്ലോസ് ചെയ്യുന്നു. ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൾറെഡി യൂണി പേ ചെക്കാരുടെ എന്താ പറയുക കസ്റ്റമറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജനുവരി 6 തൊട്ട് തന്നെ സാധനം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സാധനം ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതിന്റെ ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും എന്താ വെച്ചാൽ കുറേ പേര് എന്തുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്കറിയാം നോർമലി നമ്മുടെ മിക്ക മിഡിൽ ക്ലാസ് ആൾക്കാരുകളും അപ്പോൾ സാലറി ഒരു മന്തിൻ്റെ എത്തുമ്പോൾ അവസാനിക്കില്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവർ ഈ പരിപാടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ യൂണി പേ ചെക്ക് എന്ന് പറയുന്ന ഒരു സാലറിന് പകരം ക്രെഡിറ്റ് ആവുന്നത്. അതായത് ഇന്ന് ആവശ്യമുള്ളപ്പോൾ ഈ സാലറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സാലറി കിട്ടുമ്പോൾ തിരിച്ചടച്ചാൽ മതിയല്ലോ. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അണ്ടറിൽ അതായത് കറക്റ്റ്ലി ഫോളോ സംഭവം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് കണ്ടുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ വേറെ ഓൾട്ടർനേറ്റീവ് ഇതുപോലത്തെ വേറെ ഓൾട്ടർനേറ്റീവ് എന്തായാലും വേറെ ഒന്നും ഇല്ല. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി റൂൾസിന്റെ എതിരായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഇനിയിപ്പോൾ നമുക്ക് ഇതേ ആപ്പിൽ സംഭവമൊന്നും കിട്ടില്ല. ഇപ്പം ഇനി വേറെ എക്സാമ്പിൾ വല്ല ക്യാഷ്, അത് പേഴ്സണൽ ലോൺസ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് നമുക്ക് ഇതുപോലത്തെ വേറെ പരിപാടി ഇപ്പം എന്താ വെച്ചാൽ പേ ലേറ്റർ പരിപാടി മിക്ക ആപ്പുകളും അതല്ലെങ്കിൽ ബ്രാൻഡുകളൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നുവെച്ചാൽ ആദ്യം പേ ലേറ്റർ ഇറങ്ങിയ സമയത്ത് എന്താ വെച്ചാൽ ഒന്നാമത് RBIയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ടിനായിരുന്നു. ഇപ്പം അതിന് ശേഷം പിന്നെ പേ ലേറ്ററിനെ RBI ഭയങ്കരമായിട്ട് എന്താ പറയുക എതിരായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് റൂളുകളും അതുപോലെ തന്നെ അത് ഫോളോ ചെയ്ത കുറേ പേർക്ക് എന്താ പറയുക നിർത്താനുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലേസി പേ അതുപോലത്തെ കുറേ സിമ്പിൾ പേ ജസ്റ്റ് കുറച്ച് ലിമിറ്റഡ് സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ വർക്കിംഗ് ഉള്ളൂ. അതും പകുതി വർക്കിംഗ് ഒന്നല്ല, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ സംഭവം അത് ആക്ച്വലി ഇതിൻ്റെ ഒരു എന്താ പറയുക യൂണി പേ ചെക്കിൻ്റെ ഒരു ന്യൂസ് അറിയിക്കാനായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നാണ്. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വേറെ രക്ഷയൊന്നുമില്ല. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് വേറെ സംഭവമൊന്നുമില്ല. പേഴ്സണൽ ലോൺസ് പരിപാടികൾ മാത്രമേ തന്നെ ഇനി നടക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമ്മുടെ 2024 പകുതി തൊട്ട് തന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക അപ്രൂവൽ റേറ്റ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. സിബിൽ എന്താ പറയുക ക്രെഡിറ്റ് കാർഡുകൾക്കും പേഴ്സണൽ ലോൺസിനും അടക്കം. എന്ന് വെച്ചാൽ RBIയുടെ സൈഡിൽ നല്ല പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലത്തെ ഡെപ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക ആൾക്കാരുടെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡിന് ഭയങ്കര അപ്രൂവൽ റേറ്റ് ഒക്കെ ഭയങ്കര കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലൊക്കെ പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഒന്നും എൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പേഴ്സണൽ ലോൺസ്. നമ്മുടെ RBI അപ്രൂവ് ചെയ്ത വെബ്സൈറ്റുകളുടെ ലിസ്റ്റുകൾ അങ്ങനെയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഞാൻ 2-3 അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അപ്രൂവൽ ആവുന്ന എന്നാലും ഭയങ്കര ഹൈ അപ്രൂവൽ ആയിട്ടൊന്നും ഇല്ല. അതും നിങ്ങളുടെ പ്രൊഫൈലും അതുപോലെ തന്നെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ അപ്രൂവൽ ആവല്ലാണ്ട് ഹൈ അപ്രൂവൽ ആയിട്ട് പറഞ്ഞാൽ എല്ലാവരും റിപ്ലൈ ചെയ്ത് കിട്ടുന്നല്ല. കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വരും എന്താ പറയുക കോമൺ സെൻസ് ഉപയോഗിക്കാണ്ട് പറയണ പോലെ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇവർ എന്താ പറയുക അവിടെ വിതരണം ചെയ്യല്ല, അവർ നമ്മുടെ എലിജിബിലിറ്റി നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അതിൽ അത്യാവശ്യം അപ്രൂവൽ ആയിട്ടുള്ള സംഭവം ഞാൻ പറയുന്നത്. അതും ഭയങ്കര ഹൈ അപ്രൂവൽ ആയിട്ടൊന്നും അല്ല, ഇപ്പോൾ അത്യാവശ്യം എല്ലാത്തിനും കുറവാണ്. അതിൽ ഞാൻ അത്യാവശ്യം 2-3 വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാലും കിട്ടും കേട്ടോ. നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസബിലിറ്റിയും സംഭവമൊക്കെ നോക്കിയിട്ട് അവർ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൽ എലിജിബിലിറ്റി കാണിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും യൂണി പേ ചെക്കിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂണി പേ എന്ന് പറഞ്ഞാൽ ആപ്പ് തന്നെ ക്ലോസ് ആവും. അവർക്ക് ക്രെഡിറ്റ് കാർഡും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് യൂണി പേൻ്റെ യൂണി ക്യാഷും അതുപോലെ തന്നെ യൂണി സ്റ്റോറുമാണ്. ഇത് നിർത്തിയ സ്ഥിതിക്ക് യൂണി സ്റ്റോർ എന്തായാലും ക്ലോസ് ആവാനുള്ള സ്ഥിതിയുണ്ട്. യൂണി ക്യാഷ് എന്തായാലും ഒരു പേഴ്സണൽ ലോൺ പരിപാടി ആയതുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റിൻ്റെ ക്യാഷ് പോലത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാം ക്ലോസ് ആവാനുള്ള നല്ല ചാൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GST പോലെ മാത്രമേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം. ബൈ.